സാറേ, സ്വീഡനിൽ വളരെ ലിബറൽ വ്യൂസ് വെച്ച് പുലർത്തുന്ന ഒരു ജനതയാണുള്ളത്. അപ്പോൾ ഈയിടെ അവിടെ സാൽമൻ മോമിക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളെ വെടിവെച്ച് കൊന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പലയിടത്തും നടന്നിട്ട് ഖുറാൻ കത്തിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് നമുക്കൊരു കാരണവശാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു നീചമായ പ്രവൃത്തിയായിട്ട് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഏത് മതത്തിൻ്റെ ആയാലും മതഗ്രന്ഥം കത്തിക്കുന്നത്. പക്ഷേ വളരെ ലിബറൽ വ്യൂസ് വെച്ച് പുലർത്തുന്ന സ്വീഡിഷ് ജനതയെ സംബന്ധിച്ചിടത്തോളം അതിനും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ അത് സംബന്ധമായിട്ട് എന്തോ ഒരു ടിക്ടോക്ക് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ വെടിവെച്ച് വന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനത, ഈ സ്വീഡിഷ് ജനത ഈ സംഭവം മുഴുവനും നേരിട്ട് ലൈവായിട്ട് തന്നെ കാണുകയും ചെയ്തു. അത് അവർക്കൊരു ഷോക്കായി. ഇപ്പോൾ സ്വീഡൻ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യാൻ പോവാണ് ഈ ഇമിഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് അതിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്? സാർ, ലിബറലിസം എന്ന് പറയുന്നത് സ്വീഡൻ്റെ ഒരു മുഖമുദ്രയാണെന്ന് പറയാം, കേൾക്കാം, ഇതൊക്കെ നല്ല രസമാണ്. പക്ഷേ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സ്വീഡിഷ് ജനത എന്ന് പറയുന്നത് എല്ലാ ആളുകളെയും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ്. അഭയാർത്ഥികളായിട്ട് നിരവധി ആളുകൾ അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10-15 വർഷത്തിനിടയ്ക്കാണ് സ്വീഡനിലേക്ക് വലിയ തോതിലുള്ള ഒരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് നൽകിയില്ലെങ്കിൽ ഈ സ്വീഡൻ അവരെ സ്വീകരിക്കും. താൽക്കാലികമായി ടെൻറ്റുകളിലൊക്കെ താമസിപ്പിച്ച് പിന്നീട് അത് പരിശോധിച്ച് അവർക്ക് നൽകുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഈ സ്വീഡൻ ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ആ രാജ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നു. മറ്റു മതങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരെ നിന്ദിക്കണമെങ്കിൽ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഖുറാനെ ഇഷ്ടമല്ല, അല്ലെ ബൈബിൾ ഇഷ്ടമല്ല, തോറ ഇഷ്ടമല്ല, അവർക്ക് ഇത് കത്തിക്കാം. ഇത് കത്തിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് ഈ സർക്കാരല്ല, അവിടുത്തെ പോലീസാണ്. ഇപ്പോൾ എനിക്ക് ബൈബിൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെന്നൊരു പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ പോലീസ് അത് കത്തിക്കാനുള്ള അനുമതി നൽകും. അങ്ങനെയാണ് സൽമാൻ മോമിക എന്ന് പറയുന്ന ഇറാഖി വംശജൻ. ഇയാൾ 2018 സ്വീഡനിലേക്ക് എത്തുന്നത്. സ്വീഡനിലേക്ക് എത്തി അയാൾ സ്വാഭാവികമായിട്ടും അഭയാർത്ഥിയായിട്ട് എത്തുന്നു, പൗരത്വത്തിന് അപേക്ഷ കൊടുക്കുന്നു. പക്ഷെ അന്നത് കൺസിഡർ ചെയ്തില്ല. ഇയാൾക്ക് എന്തുകൊണ്ടോ അയാളൊരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്നു. ഇസ്ലാം മതത്തോട് വലിയ താല്പര്യക്കുറവാണ്, ഒപ്പം ഖുറാനെയും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ പള്ളിക്ക് മുമ്പിലൊക്കെ കൊണ്ടുപോയി ഖുറാൻ കത്തിക്കുമായിരുന്നു. അപ്പോൾ സ്റ്റോക്ക്ഹോമിൻ്റെ പള്ളിക്ക് മുന്നിൽ ഒരു പെരുന്നാൾ ദിനത്തിൽ ഇയാൾ ഖുറാൻ കൊണ്ടുപോയി കത്തിച്ചു. അന്ന് മുസ്ലിം രാജ്യങ്ങൾ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ പ്രതിഷേധം കാണിച്ചു. ഇറാഖ് ഈ സ്വീഡൻ്റെ അംബാസിഡറെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ സ്വീഡൻ അതൊരു വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല. കാരണം ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ രാജ്യാന്തര തലത്തിൽ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ സമ്മർദ്ദം ഉണ്ടായി. അങ്ങനെ സമ്മർദ്ദം ഉണ്ടായപ്പോൾ ഈ സൽമാൻ മോമിയക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. അത് കേസാകുന്നു, കോടതിയിലേക്ക് പോകുന്നു. അപ്പോൾ സൽമാൻ മോമിയക്കെതിരെയുള്ള കേസ് പരിഗണിക്കാനിരിക്കുകയാണ് അടുത്ത ദിവസം. ഈ ദിവസം ഇയാൾ സ്റ്റോക്ക്ഹോമിലുള്ള തൻ്റെ റെസിഡൻസ് അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലൂടെ പുതിയൊരു ലൈവ് വീഡിയോ ചെയ്യാൻ പോകണം. അപ്പോൾ ലൈവ് സ്ട്രീമിംഗ് നടക്കാനായിട്ട് പോകുന്നു. ഈ സമയത്താണ് അക്രമികൾ അവിടേക്ക് എത്തുകയും ഇയാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തത്. അപ്പം സ്വീഡിഷ് ജനത മുഴുവൻ ഇത് ലൈവായിട്ട് കാണുന്നു. അപ്പോൾ ഇത്രയും നാൾ തങ്ങളുടെ നാട്ടിൽ വലിയ അക്രമമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ സ്വീഡനിൽ ഇങ്ങനൊരു ആക്രമണം നടക്കുന്നത് ജനങ്ങൾ ലൈവായിട്ട് കാണുന്നു. അപ്പോൾ ലിബറലിസം എന്ന് പറയുന്നതിനെ കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന സ്വീഡിഷ് ജനതയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകൾ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ചില മത നിയമങ്ങളൊക്കെ ഇവിടെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം സ്വീഡിഷ് ജനത അതിനെ സഹിച്ചു, അതിനെ ഉൾക്കൊണ്ടു. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്കായപ്പോൾ ഇനി അതിനെ എതിർക്കണമെന്ന നിലയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ്റിനോട് പറയാണ്, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു സ്വച്ഛമായ ജീവിതത്തെ അല്ലെ നമ്മുടെ ഒരു സംസ്കാരത്തെയൊക്കെ തകർക്കുന്ന രീതിയിൽ മറ്റ് രാജ്യക്കാർ വന്നാൽ അതിനെ അനുവദിക്കേണ്ട. മാത്രമല്ല ഈ മതനിന്ദ എന്ന് പറയുന്ന ഏതാണ്ട് 80ഓളം രാജ്യങ്ങൾ അതിനെതിരെ നിയമമൊക്കെ പുറപ്പെടുവിച്ചാൽ, പക്ഷേ സ്വീഡനിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഇയാൾ ഖുറാൻ കത്തിച്ചത്. അപ്പോൾ ഒരു തവണയല്ല, ഒന്നിലധികം തവണ ഇത് ചെയ്യുകയും മറ്റ് അറബ് രാജ്യങ്ങൾ ശക്തമായ പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ സ്വീഡനിലേക്ക് തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആളുകളെത്തി. അപ്പോൾ അവരവിടെ മോസ്കുകളൊക്കെ സ്ഥാപിക്കുകയും അവർ ഈ പലസ്തീൻ ഹമാസുമായ പ്രശ്നത്തിൽ തന്നെ പലസ്തീനെതിരായി വലിയ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചു. അപ്പം ഈ സ്വീഡിഷ് ജനത വീണ്ടും ആശ്ചര്യപ്പെട്ടു. കാരണം മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ സ്വീഡൻ എല്ലാവരുടെയും മുമ്പിൽ ഒരു തുറന്ന മനസ്സോടെ നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യുകയാണ് ഈ മുസ്ലിം ഭൂരിപക്ഷക്കാരായ അഭയാർത്ഥികൾ. അങ്ങനെ വേണ്ടേ നമ്മൾ കരുതാൻ? അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് അതിനെപ്പറ്റി വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സ്വീഡിഷ് പ്രൈം മിനിസ്റ്റർ
ഉൾഫ് ക്രിസ്റ്റോർസൺ എന്ന് പറയുന്ന ആളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സെക്യൂരിറ്റി ഏജൻസീസ് ഇതിനെ പറ്റിയൊക്കെ കൂലങ്കഷമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിൽ ഒരു ഫോറിൻ പവർ ഇതിൽ ഇൻവോൾവ് ആണോ എന്നുള്ള സംശയം കൂടി പറയുന്നുണ്ട്. അത് ഫോറിൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് തുർക്കി അല്ലെങ്കിൽ തുർക്കിയെ എന്നൊക്കെ പറയുള്ളൂ. തുർക്കിയെ അല്ലെങ്കിൽ റഷ്യ ഇതിൽ ഇൻവോൾവ് ആണെന്നാണ് അവിടെ ഇപ്പോൾ ഉള്ള സംസാരം. ഇദ്ദേഹം ഇത് ചെയ്യുമ്പോൾ പോലീസിനെയൊക്കെ അറിയിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അതെ, കാരണം സ്വീഡന്റെ രീതി അതാണ്. നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഔട്ട്റേജസ് ആയിട്ട് തോന്നും, ഇത് നീചമായ പ്രവൃത്തിയാണെന്നൊക്കെ തോന്നും. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ വ്യാഴാഴ്ച മറ്റോ ഇതിൻ്റെ കേസ് എടുക്കാൻ പോകുമായിരുന്നു. കേസ് എടുക്കേണ്ട ഡേറ്റ് തൊട്ട് തലേ ദിവസം. അപ്പോൾ അതിനിടയ്ക്ക് ഇനിയിപ്പോൾ അതിൻ്റെ വെർഡിക്റ്റ് ഒന്നും വരാൻ തൽക്കാലം പോകുന്നില്ല, കാരണം സാഹചര്യങ്ങളൊക്കെ മാറിയല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വീഡനിൽ ഇനി ഈ കുടിയേറ്റക്കാരെ വളരെ കർക്കശമായിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ സ്വീഡൻ കുറേ കർക്കശമാക്കാൻ പോകുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധിച്ചൊക്കെ വിടേണ്ടി വന്നു കഴിഞ്ഞാൽ 28 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്നവരെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില കണ്ടീഷൻസ്. കാരണം അവർക്കിപ്പോൾ താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ഈ ഇവിടെ വന്ന് കുടിയേറ്റക്കാർ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വന്നിരിക്കുകയാണ്. പല യൂറോപ്യൻ കൺട്രീസും ഈ പോളിസി ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പോളണ്ടിലേക്ക് ഇപ്പോൾ ഈയിടെയായിട്ട് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഉള്ള ആരെയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു BBC ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫോറിൻ മിനിസ്റ്ററോട്, നിങ്ങൾ എത്ര ആൾക്കാരെ ഇവിടെ സ്വീകരിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദ നമ്പർ ഈസ് 0 എന്നുള്ളത് നല്ല ക്യാപിറ്റൽ സെഡ് വെച്ച് തുടങ്ങുന്ന രീതിയിൽ അങ്ങ് കർക്കശമായിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതേസമയം അവർ വളരെ ജനറസാണ് യുക്രൈനിലെ ആൾക്കാരെ സ്വീകരിക്കാനായിട്ട്. യുക്രൈനിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മില്യൺ ആൾക്കാരെ മറ്റോ അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ സ്വീകരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്നവരുടെ കാര്യത്തിൽ വളരെ സംശയത്തോടു കൂടിയാണ് പല രാജ്യങ്ങളും പെരുമാറുന്നത്. അതിലൊന്ന് പോളണ്ടാണ്. പിന്നെ നോർവേയിലാണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരെ തന്നെ തിരിച്ചയക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സ്വീഡൻ്റെ കേസ് ഇങ്ങനെയാണ്. ഡെൻമാർക്കിൽ അവർ വളരെ കർക്കശമായിട്ടാണ് ഇപ്പോൾ സമീപിക്കുന്നത്. ഇവരെല്ലാവരെയും വളരെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അത് മാർപ്പാപ്പയുടെ ചില പ്രഖ്യാപനങ്ങളൊക്കെ അതൊന്നുകൂടി ത്വരിതപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് പൊതുവിൽ ഈ വിദേശത്ത് നിന്ന് എങ്ങനെ വരുന്ന ആൾക്കാരെ സ്വീകരിക്കേണ്ട എന്നുള്ള നയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സർവ്വ ഡെൻമാർക്ക്, അതുപോലെ തന്നെ നോർവേ, ഈ സ്വീഡൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂപ്രകൃതിയുള്ള മനോഹരമായ സ്ഥലമാണ്. മാത്രമല്ല സിറ്റിയിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് അവിടെ വന്നാൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയുള്ളതിനെ മുതലെടുത്താണ് ഈ സൽവാൻ മോമിക, ഇയാളുടെ ഒരു സുഹൃത്തുണ്ട് സൽവാൻ നജീം, ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ ഖുറാനെതിരായി നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഖുറാനൊക്കെ കത്തിക്കുക എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ഉൾപ്പെട്ട ആ രാജ്യങ്ങൾക്ക് അത് വലിയ എതിർപ്പാണ്. മാത്രമല്ല പ്രവാചകനെ നിന്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കർശനമായ നടപടി ഉണ്ടാകും. അപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഒരു അക്രമ സംഭവം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഈ സൽമാൻ മോമിക എന്ന് പറയുന്ന ആളെ നമ്മളിനി സംരക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നിലവിൽ അവിടെ നിന്ന്, അതായത് ഇയാൾ റെസിഡൻ്റ് ആകാനുള്ള അപേക്ഷ കൊടുത്തല്ലോ. അപ്പോൾ സ്വീഡിഷ് ജനത ആ റെസിഡൻറ്റിനുള്ള പെർമിറ്റൊക്കെ തള്ളി ഇയാളെ ഇവിടുന്ന് മാറ്റാം, നോർവേയിലേക്ക് മാറ്റാനുള്ള തീരുമാനമൊക്കെ നടന്നു. അപ്പോഴാണ് അവിടുത്തെ സ്വീഡിഷ് സെക്യൂരിറ്റി സർവീസ് പറയുന്നത് ഇയാൾ കാരണം സ്വീഡന് നേരെ ഒരു ഭീകരാക്രമണം പോലും ഉണ്ടായേക്കാം. അപ്പോൾ ഇയാളെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിന് വന്നു. അങ്ങനെയാണ് ഈ നജീബിനെയും അതുപോലെ തന്നെ മോമിയെയൊക്കെ സംരക്ഷിക്കാൻ ഇവർ ശ്രമിച്ചത്. പക്ഷേ അപ്പാർട്ട്മെൻറ്റിൽ കയറി വെടിവെച്ച് കൊല്ലുമ്പോൾ ആ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വീഡൻ ഇത്രയും കാലം കാണിച്ച ഉദാര മനസ്ഥിതി കൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആൾക്കാർ അവിടെ കുടിയേറി പാർത്തു. അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയൊക്കെ കൊണ്ടുവന്നു. ഇപ്പം നിലവിൽ സ്വീഡനിലുള്ള മൊത്തം ജനസംഖ്യയുടെ 26% എന്ന് പറയുന്നത് മറ്റ് രാജ്യക്കാരാണ്, വിദേശികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരിൽ കൂടുതൽ പേർക്കും ഇല്ലീഗലായിട്ട് വന്നവരുമുണ്ട്. അപ്പം ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരെ ഇനി നമുക്ക് പുറത്തേക്ക് വിടാം. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അനധികൃതമായിട്ട് തങ്ങളുടെ രാജ്യത്തേക്ക് വന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് വിടും. ജർമ്മനിയിൽ അങ്ങനെ വന്ന ആളുകൾ പ്രശ്നം ഉണ്ടാക്കി, UK പ്രശ്നം ഉണ്ടാക്കി, ഫ്രാൻസിലുണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അനധികൃതമായി വന്നു കയറുന്ന ആൾക്കാരാണ്. പിന്നീട് അവരുടെ മതനിയമങ്ങൾ, അവരുടെ കാഴ്ചപ്പാട്, സംസ്കാരമൊക്കെ ആ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അക്രമങ്ങളൊന്നും ഇല്ലാതിരുന്ന രാജ്യത്ത് കഴിഞ്ഞ വർഷം ഏതാണ്ട് 144
10,000-ലധികം അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഇതിലെല്ലാം തന്നെ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വീഡിഷ് ജനത പറയുന്നത് ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് 5-6 തലമുറയ്ക്ക് പോലും ഇവിടെ കഴിയാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇവരെ മുഴുവൻ പുറത്താക്കണം. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നിലപാടെടുക്കുമ്പോൾ സ്വീഡൻ എന്തുകൊണ്ട് നിലപാടെടുത്തില്ല എന്നുള്ളതാണ്. അപ്പം ഈ മോമിയെ ഇതുപോലെ കൊന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാളുടെ സുഹൃത്തായ സൽവാൻ നജീമിന് നേരെയും ആക്രമണം ഉണ്ടാകും. അയാളെ ഇനി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ആശങ്കയിലാണ് സ്വീഡൻ. അപ്പോൾ എന്തായാലും ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഇത്രയും കാലം മറ്റ് രാജ്യങ്ങളോട് കാണിച്ച ഒരു ലിബറലിസം അതിനി നിർത്താൻ പോവുക. മാത്രമല്ല ഈ മതനിന്ദ എന്ന് പറയുന്നത് ഇനി ഇവരും പ്രാവർത്തികമാക്കാൻ പോകുന്നു. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ പറയുന്നത് മതനിന്ദ നടത്തുന്നതൊക്കെ സ്വീഡിഷ് പൗരന്മാർ ചെയ്തോട്ടെ. മറ്റ് രാജ്യങ്ങളിൽ വന്നിട്ട് അവരിവിടെ ചെയ്യുമ്പോൾ മറ്റ് അറേബ്യൻ രാജ്യങ്ങളുടെയൊക്കെ ശത്രുത വിളിച്ചു വരുത്തും. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. എന്തിനാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്? അപ്പം സ്വീഡനും കർക്കശമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം നേരായ മാർഗത്തിലൂടെ എത്തിയ ചില കുടിയേറ്റക്കാർക്കും ഉണ്ടാവില്ല, അഭയാർത്ഥികൾക്കും. മാത്രമല്ല ഇനിയിപ്പോൾ ഇത് വളരെ കർക്കശമാവുമല്ലോ. ഈ രീതിയിൽ ആൾക്കാരെ പ്രവേശിപ്പിക്കുകയില്ല, ഉള്ളവരെ തന്നെ പുറത്താക്കുന്ന. ഇപ്പം നോർവേ സ്വീകരിച്ചിരിക്കുന്ന നയം അതാണ്. അവർക്ക് പറ്റാത്ത ആൾക്കാർ ഇവിടെ ഉള്ളവരെ തന്നെ ഓൾറെഡി അവിടെ നിലവിൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരെ തന്നെ പുറത്താക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. സ്വീഡനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 28 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ട് കുറേ പേരൊക്കെ പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ആൾക്കാരെ കുടിയേറ്റക്കാരെ ഇവിടെ സ്വീകരിക്കാനൊക്കെ. മഹാന്മാർക്ക് പലതും പറയാം, മാർപ്പാപ്പയ്ക്ക് പറയാം, മഹാത്മാഗാന്ധിക്ക് പറയാം. മഹാത്മാഗാന്ധി നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയണത് അത്ര പ്രാവർത്തികമാക്കാൻ പറ്റുമായിരുന്നില്ല അന്നത്തെ ഗവൺമെൻറ്റിന് എന്ന് പറഞ്ഞോണം. മാർപ്പാപ്പയൊക്കെ പലതും പറയും. പക്ഷെ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം നോക്കണം, രാജ്യത്ത് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തണം. ആ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആൾക്കാരോട് ജനറോസിറ്റി കാണിച്ച് ഇങ്ങോട്ട് സ്വീകരിക്കാവൂ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് സ്വീഡൻ വരികയാണ്. അപ്പോൾ അത് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് പൊതുവിൽ ആ കാഴ്ചപ്പാടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ UK മാത്രമാണ് ഇപ്പോൾ വീണ്ടും കുറേ ലിബറലായിട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ അവരും അത് പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി അവരും പതുക്കെ ഇതേപോലത്തെ കാർക്കശ്യത്തിലേക്ക് വരും എന്നാണോ തോന്നുന്നത്. എന്തായാലും ഈ അഭയാർത്ഥികൾ ഒരു കലാപകലുഷിതമായ അന്തരീക്ഷം സ്വീഡനിൽ സൃഷ്ടിച്ചു. ഒരു പരിധി വരെ അവർ സഹിക്കുകയും ചെയ്തു. ഇനി അതില്ല, ഞങ്ങൾ ഇനി ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് സ്വീഡൻ പറയുന്നത്. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിലൊക്കെ വ്യക്തമായി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.